ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഡോൾ കേക്കാണ്. ഈ ഒരു ഡോൾ കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സോസ് പാനിലാട്ടോ. ഇതിൻ്റെ മോൾഡ് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനും ഇല്ല. നല്ല സ്പോഞ്ച് പോലെയുള്ള അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോൾ കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഹാഫ് kg 2 കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, 2 സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ആദ്യത്തെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് ആണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. മിക്സിയിലാണെങ്കിൽ നിങ്ങൾക്ക് മിക്സി വെച്ചിട്ടായാലും ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പകുതിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു യെല്ലോ കളർ മാറുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അവസാനം ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത പാട് ബീറ്റർ ഓഫ് ചെയ്യണം. ഓയിൽ ചേർത്തിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൊടികൾ കൂട്ടുണ്ടല്ലോ, അത് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാറ്റർ സോസ് പാനിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് താഴോട്ടേക്ക് നന്നായിട്ട് തട്ടി കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ലിഡ് തന്നെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് കത്താതിരിക്കാൻ വേണ്ടി ഒരു പഴയ ലിഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സോസ് പാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 15 മുതൽ 20 മിനിറ്റ് വരെ മാക്സിമം അത്രേ വേണ്ടൂ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ടൂത്ത് പിക്ക് കുത്തി നോക്കുകയാണ്. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഒരു സ്പോഞ്ച് കേക്കും കൂടി റെഡിയാക്കണം. ടോട്ടൽ നമുക്ക് 2 സ്പോഞ്ച് കേക്ക് ഹാഫ് kg ആവശ്യമുണ്ട് ഈ ഒരു ഡോൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഐസിങ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ മോഡലൊക്കെ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ലെവലിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഫ്രോക്കിൻ്റെ ആ ഒരു സ്റ്റൈൽ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിപ്പോൾ മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൗൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ടോട്ടൽ 4 ലെയർ ഉണ്ടാവും. പിന്നെ ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിയോണയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ക്രീമോടെ നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ഡോൾ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ലെയർ ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്യുക. രണ്ടാമത്തെ സ്പോഞ്ച് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കുക. ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. മൂന്നാമത്തെ വെക്കുക. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അവസാനം ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയ പീസില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ആ ഒരു ഫ്രോക്കിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയിലൊക്കെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചിരട്ടയൊക്കെ മുകളിൽ കമിഴ്ത്തി വെക്കൂലേ, ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ആ കേക്കിൻ്റെ പീസസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇടയിലൊക്കെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് കേക്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഒരു ക്രം കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. പതുക്കെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രം കോട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാർബീനെ ഇറക്കി വെക്കാം. അപ്പോൾ ഞാനൊരു ബാർബി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കാലിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ശ്രദ്ധിക്കണം മുകളിൽ ജോയിൻ ചെയ്ത ഭാഗം
അഥവാ ഒന്ന് വിണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്രീം വെച്ചിട്ട് ലെവലാക്കിയാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ടൂത്ത് പിക്കോ സ്ക്വയറോ വെച്ചിട്ട് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഫ്രോക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ക്രീം വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി നീറ്റും ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈപ്പിലുള്ള ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം പൈപ്പിംഗ് ബാഗിലേക്ക് നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കിയിട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് വൈറ്റ് കളർ വെച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് ബ്ലൂ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലൂ കളർ മിക്സ് ചെയ്തെടുക്കാൻ ഒരു 3-4 ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രോക്കിന് പിന്നെ ഫുള്ളായിട്ട് ചുറ്റിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ബോഡിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു നോസിൽ എടുത്തിട്ടുണ്ട്. ഇത് 2 കളറായിട്ടാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക, മറ്റേ സൈഡിൽ കുറച്ച് ബ്ലൂ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് ബോഡിക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ നോസിലിൻ്റെ ഒന്നും പേര് പറയാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയാത്തത്. ബോഡി കംപ്ലീറ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കൈക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാർബി മോഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു ബാർബി കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കാം. അപ്പോൾ മോൾഡും ഓവണൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു ബാർബി കേക്ക്. കേക്ക് ഉണ്ടാക്കാൻ ക്രേസ് ഉള്ള ആൾക്കാരിലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്